വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ നിരക്കുകൾ കേട്ട് പലരും കൺഫ്യൂഷനിലാണ്. നിരക്കുകൾ പരിശോധിക്കുന്നതിന് മുൻപ് വന്ദേ ഭാരത് സ്ലീപ്പറിനെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് നോക്കാം. വന്ദേ ഭാരത് സ്ലീപ്പറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാകില്ല. ഉറപ്പായ സീറ്റുകൾ മാത്രമാണ് യാത്രക്കാർക്ക് നൽകുക. ആകെ 16 കോച്ചുകളാണുള്ളത്. ഇതിൽ 11 തേർഡ് AC, 4 സെക്കൻഡ് ക്ലാസ് AC, ഒരു ഫസ്റ്റ് AC എന്നിവ ഉണ്ടാകും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ടിക്കറ്റ് നിരക്കിലേക്ക് വരാം. ലളിതമായി പറഞ്ഞാൽ ഇതിനൊരു മിനിമം ചാർജ് ഉണ്ട്. അതായത് നിങ്ങൾ 50 കിലോമീറ്റർ യാത്ര ചെയ്താലും 400 കിലോമീറ്റർ യാത്ര ചെയ്താലും ഒരു നിശ്ചിത തുക നൽകണം. അത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും അധിക പണം നൽകണം. ഉദാഹരണത്തിന് തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള ദൂരം കുറവാണെങ്കിലും നിങ്ങൾ മിനിമം ചാർജ് തന്നെ നൽകണം. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ഏകദേശം 400 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇവിടെ കൃത്യം 400 കിലോമീറ്റർ ദൂരം വരുന്നതിനാൽ മിനിമം ചാർജ് മാത്രം നൽകിയാൽ മതി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഏകദേശം 490 കിലോമീറ്റർ ദൂരമാണുള്ളത്. മിനിമം ചാർജിനൊപ്പം അധിക ദൂരം കൂടി കണക്കാക്കി തേർഡ് ACയിൽ ഏകദേശം 1280 രൂപ നൽകണം. അതായത് കൊച്ചിയിലേക്ക് പോകാൻ മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് സ്ലീപ്പറിൽ ചിലവ് കൂടുതലായി തോന്നും. കാരണം ദൂരം കുറവാണെങ്കിലും നിങ്ങൾ 400 കിലോമീറ്ററിന്റെ പണം കൊടുക്കണം. എന്നാൽ കോഴിക്കോട്ടേക്കോ കണ്ണൂരിലേക്കോ ഉള്ള ദീർഘയാത്രകർക്ക് ഈ നിരക്ക് ലാഭമായിരിക്കും. ഈ തുകയോടൊപ്പം GST കൂടി അധികമായി വരും. എന്തായാലും ആധുനിക സൗകര്യങ്ങളോടെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ വന്ദേ ഭാരത് സ്ലീപ്പർ കേരളത്തിലെ യാത്രക്കാർക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല.